പാഠം 838. ഒട്ടും നിസാരമല്ലാത്ത കാര്യം. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ആ സഹദേവാ, ഞാൻ ഇന്നലെ അങ്ങോട്ട് വിളിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു, പിന്നെ അങ്ങ് മറന്നുപോയി. അറിഞ്ഞു അല്ലേ? ആ, എനിക്കാന്ന് വൈകിട്ടാ ഇലക്ഷൻ ഡ്യൂട്ടി ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത്. എന്റെ ഓഫീസില് കാഞ്ചരിക്കും ഡ്യൂട്ടിയില്ല. ശിശുപാലിന് കട്ടപ്പന, സ്വയംപ്രഭയ്ക്ക് അടിമാലി. അതെ അതെ. ആ, ഞാൻ രാവിലെ വോട്ട് ചെയ്യാൻ ഇറങ്ങിയായിരുന്നു. ആണോ? ശരി ശരി, അപ്പൊ ഞാൻ പിന്നെ വിളിച്ചോളാം. ആഹാ, നീ ഇപ്പോഴും തുണി തെച്ചോണ്ടിരിക്കുകയാണോ? വോട്ട് ചെയ്യാൻ പോണ്ടേ? മണി 8 ഉള്ളു മോനട്ടാ. കുറച്ചുകൂടെ കഴിഞ്ഞു നോർത്ത് എന്താ കുഴപ്പം? ആമേ, എന്തായാലും വോട്ട് ചെയ്യണം. അപ്പൊ ഐശ്വര്യമായിട്ട് രാവിലെ തന്നെ പോയി വോട്ട് ചെയ്യുന്നതല്ലേ നല്ലത്? രാവിലെ പോയി ചെയ്യുന്ന വോട്ടിന് വില കൊടുത്തൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ. കുറച്ചു നേരം ഒന്ന് അപ്പുറത്ത് പോയിരിക്കുക, അപ്പോഴേക്ക് ഞാൻ വന്നോളാം. ഇപ്പോ ഞാൻ അപ്പുറത്ത് പോയി അരമണിക്കൂർ ഇരുന്നു എന്ന് കരുതുക. അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴും നീ ഇത് ഇങ്ങനെ തേച്ചോണ്ടിരിക്കായിരിക്കും. മോഹനേട്ടൻ ഈ പറയുന്ന കേട്ടോണ്ട് ഞാനെന്താ കള്ളു കുടിക്കോ ചീറ്റ് കളിക്കോ പറ്റ ചെയ്യാൻ തോന്നൂല്ലോ. ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു ജോലിയാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഒരാൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. എപ്പോഴായാലും ഞാൻ തന്നെ ചെയ്യണം. ഇപ്പോഴാണ് എനിക്ക് സൗകര്യമുണ്ട്. രാവിലെ പോകണം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു പോയി. അപ്പൊ പിന്നെ എങ്ങനെയും അതിനെതിരെ പ്രവർത്തിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണല്ലോ. ഓ എന്റെ ഈശ്വരാ, മോഹനേട്ടൻ ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ട് പോയി വോട്ട് ചെയ്താൽ മതി. അതെങ്ങനെയാ? ഇതിനിടെ തഹസിൽദാരെ സോപ്പിട്ടിട്ട് ഇലക്ഷൻ ഡ്യൂട്ടി തൊഴിഞ്ഞില്ലേ? മോഹനേട്ടൻ അല്ലാതാരാ? മിനിങ്ങാന്ന് വരെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു മോഹനേട്ടൻ. ഇന്നലെ ആയപ്പോഴേക്കും അതില്ല. അയ്യോ, ആവശ്യമുള്ളതിൽ കൂടുതൽ ആളുകളെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് കണ്ടുവെക്കും. കാരണം അവർക്ക് ആർക്കെങ്കിലും അസുഖം വരികയോ ആരെങ്കിലും മരിച്ചു പോവുകയൊക്കെ ചെയ്താൽ ഇലക്ഷൻ മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ അവസാന ഘട്ടം എത്തിയപ്പോൾ എന്റെ ആവശ്യം വന്നില്ല. ഞാനിത് വിശ്വസിക്കൂല സാറേ. ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ മോഹനേട്ടൻ ഇന്നലെ തന്നെ പോകേണ്ടി വന്നേനെ. ഇന്ന് പാതിരാത്രി കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അപ്പോ എന്നെ അത്രയും നേരം പിരിഞ്ഞിരിക്കണ്ടേ? അങ്ങനെ എന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തത് കൊണ്ട് മോഹനേട്ടൻ തഹസിൽദാരുടെ കാല് പിടിച്ച് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് അങ്ങ് ഒഴിവായി. അല്ലേ? മനോഹരമായ സ്വപ്നം. ഇതൊക്കെ നിന്റെ ആഗ്രഹങ്ങളാ. ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടുന്ന ആളല്ല കെ മോഹനേട്ടൻ സാറെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്റെ ജോലിയാണ് എനിക്ക് ഏറ്റവും പ്രധാനം. അപ്പൊ മോഹനേട്ടൻ എന്നെയാണോ സർക്കാരിനെയാണോ കൂടുതൽ ഇഷ്ടം? എന്താ ഒന്നും പറയാത്തെ? മോഹനേട്ടൻ എന്തൊക്കെ വഴക്കുണ്ടാക്കിയാൽ ഈ ലോകത്ത് മോഹനേട്ടൻ ഏറ്റവും ഇഷ്ടം എന്നെയാന്നുള്ള കാര്യം എനിക്കറിയാം. ആരാണെന്ന് നോക്കട്ടെ. തൽക്കാലം രക്ഷപ്പെട്ടു ചെല്ലേ. ഞാൻ തിരിച്ചു വരുമ്പോഴും ഇത് തെച്ചോണ്ടിരിക്കണോ പരിപാടി? മോഹനേട്ടൻ പോയി ആദ്യം അതാരാണ് നോക്ക്. നമസ്കാരം സാർ. നമസ്കാരം. എന്താ സുരക്ഷ രാവിലെ? സാറിനെ കാണാൻ വന്നതാ. അത് മനസ്സിലായി. എന്നെ എന്തിനാണ് കാണാൻ വന്നത് എന്നാണ് ചോദിച്ചത്. വോട്ട് ചെയ്യാൻ പോണ്ടേ സാർ? വേണം. ഞാനും ഭാമയും കൂടി വോട്ട് ചെയ്യാൻ പോകാനായിട്ട് തയ്യാറാവുകയായിരുന്നു. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് സാർ, അതിൽ പോകാം. വണ്ടിയോ? എന്തിന്? അല്ല, ബൂത്തിലേക്ക് 4 കിലോമീറ്റർ അല്ലേ? അവിടെ വരെ ഓട്ടോറിക്ഷയിൽ പോണേ 100 രൂപയാകും. സാറിനെ പോലെ ഉള്ളയാൾ അങ്ങനെ വെറുതെ പൈസ കളയുന്ന എന്തിനാ? ഞാൻ ഓട്ടോറിക്ഷയിൽ പോയാൽ 100 രൂപയാകും എന്നുള്ളത് സമ്മതിച്ചു. പക്ഷെ നടന്നു പോവുകയാണെങ്കിൽ പണം ചിലവാകില്ലല്ലോ. അത്രയും ദൂരം നടക്കാനോ? നടക്കുന്നത് കെ മോഹനേഷനാണല്ലോ. അല്ല, സാറിനെ നിർബന്ധമായും വണ്ടിയിൽ കൊണ്ടുവരണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആരാ പറഞ്ഞത്? സ്ഥാനാർത്ഥി? അതെ. സുരേഷ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല സർ. സ്ഥാനാർത്ഥിയുടെ ആളായി നടക്കുമ്പോ അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാ. ഒരു വോട്ടറെ പോലും വാഹനത്തിൽ ബൂത്തിലെത്തിക്കാൻ നിയമം അനുവദിക്കുന്നില്ല.
അത് പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നത് പോലെ ഒരു ക്രിമിനൽ കുറ്റമാണ്. നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ വാഹന സൗകര്യം ഒരുക്കി കൊടുത്ത് സ്വാധീനിച്ച് വോട്ട് പിടിക്കാൻ നോക്കിയ സുരേഷിനെ കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടതാ. സുരേഷ് കൊണ്ടുവന്ന വണ്ടിയും അകത്തു പോകും. ഇനി ഒരു നിമിഷം കൂടി ഇവിടെ നിന്നാൽ സുരേഷ് കാണാൻ പോകുന്നത് കെ മോഹനേഷ് സാറിന്റെ മറ്റൊരു മുഖമായിരിക്കും. മോഹനേഷിനെടുത്താ കളി. ആരായിരുന്നു മോനോട്ട? തേക്കൻകാട്ടിലെ സുരേഷ്. അവൻ അടിയുടെ കുറവാ. എന്താ പ്രശ്നം? വോട്ട് ചെയ്യാൻ പോകാൻ വേണ്ടി വണ്ടിയും കൊണ്ടുവന്നിരിക്കുക. തെരഞ്ഞെടുപ്പ് ദിവസം വോട്ടർമാരെ അങ്ങനെ വണ്ടിയിൽ ബൂത്തുകളിൽ എത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് ലംഘനമാണ്. സത്യസന്ധനായ കെ മോഹനേഷ് സാറിനെ തന്നെ അവന്റെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോണം. അതൊന്നും ആയിരിക്കില്ല മോനട്ടാ. അവൻ ഇതുവഴി പോയപ്പോ വെറുതെ ഒരു സഹായം ചെയ്യാന്ന് കരുതിയിട്ടുണ്ടാവും. ഈ നാട്ടിൽ കാറില്ലാത്ത അപൂർവം വീടുകളിൽ ഒന്നാണല്ലോ നമ്മുടെ വീട്. അതല്ല സത്യം. അയാൾ ഇവിടെ വന്ന് എന്നെ ആ കാറിൽ കയറ്റിക്കൊണ്ടു പോയാൽ എന്താ ഉണ്ടാവുക എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കാറിൽ ഞാൻ ബൂത്തിന്റെ മുന്നിൽ ചെന്നിറങ്ങും. അപ്പോൾ അവിടെ 100 കണക്കിന് വോട്ടർമാരുണ്ടാവും. അവരെല്ലാം എന്നെ ശ്രദ്ധിക്കും. ഞാൻ ചെന്നിറങ്ങുന്നത് സുരേഷിന്റെ കാറിലായതുകൊണ്ട് സുരേഷിന്റെ പാർട്ടിയാണ് ഞാനെന്ന് അവർ തെറ്റിദ്ധരിക്കും. എന്നെ ഒരു മാതൃകയായി കാണുന്ന നാട്ടുകാർ മുഴുവൻ സുരേഷിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? ഞാൻ അത്രയ്ക്ക് ആലോചിച്ചില്ല മോനട്ടാ. അതിനുള്ള ബുദ്ധി ഇറങ്ങില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് മോഹനേട്ടൻ ആ കാറ് ചെന്നിറങ്ങി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ സുരേഷിന്റെ സ്ഥാനാർത്ഥി തോറ്റുപോകാനാണ് സാധ്യത. വില്ലേജ് ഓഫീസിൽ വന്നപ്പോഴും നടുറോട്ടി കണ്ടപ്പോഴും മോഹനേട്ടൻ ഉടക്കാൻ ചെല്ലാത്തതായിട്ടുള്ള ഒരൊറ്റ വോട്ടർമാർ പോലും നമ്മുടെ നാട്ടിലില്ലല്ലോ. നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് രാഷ്ട്രീയം അറിയില്ല. നിനക്ക് രാഷ്ട്രീയം അറിയാത്തത് കൊണ്ട് ഞാൻ തർക്കിക്കാനുമില്ല. വളരെയധികം സന്തോഷം. അതൊക്കെ പോട്ടെ, ഇവിടെ ആര് ജയിക്കും? കൂടുതൽ വോട്ട് കിട്ടുന്നയാൾ. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇവിടെ ആർക്കറിയും കൂടുതൽ വോട്ട് കിട്ടുന്നത്? അത് പറയാൻ ഞാൻ ജോത്സ്യനല്ല. ശരി, ആരേലും ജയിക്കട്ടെ. അല്ലേലും ജനങ്ങൾക്ക് പൂർണ്ണ താല്പര്യമുള്ളവരായിരിക്കില്ലല്ലോ ജയിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നയാൾ ജയിക്കും. ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മൾ നമുക്കിഷ്ടപ്പെട്ട ആൾക്ക് വോട്ട് ചെയ്യും. പക്ഷെ വോട്ട് എണ്ണിക്കഴിയുമ്പോ ജയിക്കുന്നവരാരായാലും അയാളെ അംഗീകരിക്കുകയും വേണം. ഒരു സമൂഹത്തിൽ തർക്കം വരുമ്പോൾ ഭൂരിപക്ഷം നോക്കിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഭൂരിപക്ഷം തീരുമാനിക്കുന്നയാളെ ന്യൂനപക്ഷം അംഗീകരിക്കുന്നതിനെ മര്യാദ എന്ന് പറയും. ഭൂരിപക്ഷത്തിന്റെ തീരുമാനം എല്ലായ്പ്പോഴും ശരിയായിരിക്കണമെന്നില്ല. ഇല്ല. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ സമാധാനമായ വഴി ഇതാണ്. കഴിഞ്ഞ ദിവസം ആഫീസിൽ ഒരു വലിയ വഴക്കുണ്ടായി. ഞാൻ കൃത്യസമയത്ത് ഇടപെട്ടത് കൊണ്ട് അതങ്ങ് ഒഴിവായി. അതെന്ത് വഴക്ക? സുലൈമാനിക്കയുടെ ഹോട്ടലിൽ പോയി ഒരു ബിരിയാണി കഴിക്കണം. അവിടത്തെ ബിരിയാണിയുടെ സ്വാദ് ശിശുപാലൻ ചേട്ടൻ അറിയാലോ. പിന്നെ നല്ല ബെസ്റ്റ് ബിരിയാണി അല്ലേ. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് അറിയാമോ പ്രൊഫസറിന്? വയറ് നിറച്ച് ബിരിയാണിയും കഴിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് നല്ല ഉറക്കം വരും. വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാനുള്ളതല്ലേ. നമുക്ക് ബിരിയാണി ഒന്നും വേണ്ട പ്രഭേ. ഏലിയാസ് ഏട്ടന്റെ ഹോട്ടലിൽ ഉച്ചയ്ക്ക് നല്ല കപ്പയും മീൻകറിയും കിട്ടും. അവിടുന്ന് ഒരിക്കൽ മീൻകറി കഴിച്ചാ പിന്നെ ആളുകൾ അവിടെ പോവും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. പുറത്തുനിന്ന് ഒരുമിച്ച് കഴിക്കാൻ പോകുമ്പോ കപ്പയും മീൻകറിയാണോ കാഞ്ഞിന സാറേ കഴിക്കേണ്ടത്? കപ്പയും മീൻകറി വീട്ടിലുണ്ടായി കഴിക്കാന്നല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാ ബിരിയാണി വീട്ടിലുണ്ടാക്കാലോ. ഞാൻ എല്ലാ ഞായറാഴ്ചയും ബിരിയാണി വീട്ടിലുണ്ടാക്കാറുണ്ട്. സുലൈമാനിക്കയുടെ കടയിൽ കിട്ടുന്ന ബിരിയാണി കാഞ്ഞിന സാർ ഉണ്ടാക്കുന്ന പോലത്തെ ബിരിയാണി അല്ല. എന്താ രുചിന്നറിയാവോ? അതിന് ഞാനുണ്ടാക്കിയ ബിരിയാണി പ്രഭ കഴിച്ചിട്ടില്ലല്ലോ. കഴിക്കാത്ത ബിരിയാണിക്ക് രുചി ഉണ്ടാവുന്ന പ്രഭ എങ്ങനെ പറയും? ബിരിയാണി ഉണ്ടാക്കുന്നത് കാഞ്ഞിന സാർ ആണല്ലോ, അപ്പൊ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. പ്രഭേ, വെറുതെ ആളെ കളിയാക്കുന്ന വർത്തമാനം പറയരുത് കേട്ടോ. എന്തായാലും പ്രഭ ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നായിട്ട് വെച്ച് വിളമ്പാൻ എനിക്കറിയാം. ഇത് വില്ലേജ് ഓഫീസാണോ ചന്തയാണോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം
ഉണ്ടാക്കുന്നേ? കാര്യം ഞാൻ പറയാം സാർ. ഒരു ദിവസം നമ്മൾ 3 പേരും കൂടെ പുറത്തു പോയി ഭക്ഷണം കഴിക്കാന്നുള്ള കാര്യം സാറിനോട് പറഞ്ഞതാണല്ലോ. സാർ അത് സമ്മതിക്കുകയും ചെയ്തു. എവിടെ പോയി ഭക്ഷണം കഴിക്കണം എന്നതിനെ കുറിച്ച് ഒരു ചെറിയ തർക്കം. വല്ലപ്പോഴും അല്ലേ സാറേ പുറത്തു പോകുന്നത്? അപ്പൊ പിന്നെ നല്ല ഭക്ഷണം കഴിക്കണ്ടേ? ഞാൻ പറഞ്ഞു സുലൈമാനിക്കയുടെ കടയിൽ പോവാന്ന്. അത് കാഞ്ഞിന് സാറിന് ഇഷ്ടപ്പെട്ടില്ല. ഏലിയാസേട്ടന്റെ കടയിൽ നല്ല കപ്പയും മീൻകറിയും കിട്ടും സാർ, അത് കഴിക്കാന്ന് ഞാൻ പറഞ്ഞു. സാറേ എന്റെ ഭാഗത്തല്ലേ ശരി? സാർ പറയ്. സാർ എന്തായാലും ബിരിയാണി കഴിക്കില്ല. എന്റെ ഭാഗത്ത് തന്നെയാണ് ശരിയെന്നേ സാറ് പറയൂ. രണ്ടുപേരുടെയും ഭാഗത്ത് ശരിയില്ല. കാരണം കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ധൂർത്താണ്. പക്ഷേ നിങ്ങളുണ്ടാക്കിയ പണം നിങ്ങൾ ധൂർത്തടിക്കുന്നത് തടയാൻ എനിക്ക് അവകാശമില്ലാത്തത് കൊണ്ട് ഞാൻ എതിർക്കുന്നില്ല എന്ന് മാത്രം. എന്നാലും സാറൊരു അഭിപ്രായം പറയേ. എവിടാ സാർ പോകേണ്ടത്? പുറത്തു പോകുന്നതും കഴിക്കുന്നതും നിങ്ങളാണ്. അപ്പോ എവിടെ പോകണമെന്നും എന്താണ് കഴിക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. പക്ഷേ കാഞ്ചന സാറും പ്രൊഫസറും തമ്മിൽ ഒരു തർക്കമുണ്ടായ സ്ഥിതിക്ക് മൂന്നാമതൊരാൾ പറയുന്നതല്ലേ സാർ അതിന്റെ ഒരു ശരി? അതല്ല അതിന്റെ ശരി. നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടാവുകയും അതിന് തീരുമാനമെടുക്കാൻ നിങ്ങൾ എന്നെ ഏർപ്പാട് ചെയ്ത് എന്നുള്ളത് വിവരക്കേടാണ്. ആരൊക്കെ തമ്മിലാണോ തർക്കം അവർ തമ്മിൽ ഒരു യോജിപ്പിലെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. എവര് തമ്മിൽ യോജിപ്പിലെത്താൻ വലിയ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. ഞാൻ ഏലിയാസേട്ടന്റെ കടയിലെ പോവും. കണ്ടോ? അത് നടക്കില്ല. എനിക്ക് ബിരിയാണി തന്നെ വേണം. കണ്ടോ? സാർ പരിഷ്കൃത സമൂഹങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഭൂരിപക്ഷ അഭിപ്രായം നോക്കുന്നതാണ് അതിന്റെ ഒരു രീതി. ഇവിടെ ഇപ്പോൾ സ്വയംപ്രഭയ്ക്ക് വേണ്ടത് ബിരിയാണി, കാഞ്ചനയ്ക്ക് കപ്പയും മീൻകറി. നിങ്ങളുടെ കൂട്ടത്തിലെ മൂന്നാമനായ ശിശുപാലൻ ഒരു അഭിപ്രായം പറയട്ടെ. ആ അഭിപ്രായത്തിന് ഭൂരിപക്ഷമുള്ളത് കൊണ്ട് എല്ലാവരും അത് അംഗീകരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറ. പറഞ്ഞോളൂ. കപ്പയും മീൻകറി മതി. ഇപ്പോൾ കാഞ്ചനയുടെ അഭിപ്രായത്തിന് ഭൂരിപക്ഷമുള്ളത് കൊണ്ട് അതാണ് ശരി. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂരിപക്ഷ തീരുമാനം സ്വീകാര്യമാണ്. മനസ്സിലായല്ലോ? ഭൂരിപക്ഷത്തിന്റെ വില മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പൊ ഒരു 10 മിനിറ്റ് കൂടി മോഹനേട്ടൻ അപ്പുറത്ത് പോയിരുന്നു പത്രം വായിക്കാം. ഞാൻ പോയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോളിംഗ് ബൂത്തിലേക്ക് നേരെ മാർച്ച് ചെയ്യാം. ഉപ്പുമാവോ? നീ എന്തുണ്ടാക്കാന്നാ പറഞ്ഞേ? ഉപ്പുമാവ്. ഇന്നലെ എന്തായിരുന്നു രാവിലെ ഉണ്ടാക്കിയത്? ഉപ്പുമാവ്. എനിക്കാന്നോ? ഉപ്പുമാവ്. ഈ ഉപ്പുമാവ് എന്ന സാധനമല്ലാതെ വേറൊന്നും ഉണ്ടാക്കാൻ നിനക്ക് അറിയില്ലേ? അറിയാം, പക്ഷെ എനിക്ക് സമയം കിട്ടണ്ടേ. ഉപ്പുമാവുമ്പോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കഴിഞ്ഞ വെള്ളിയാഴ്ച നീ പറഞ്ഞു നിനക്ക് നേരത്തെ കോടതിയിൽ പോകണം, അതുകൊണ്ട് സമയമില്ല, ഉപ്പുമാവ് ഉണ്ടാക്കാം എന്ന്. ശനിയാഴ്ച രാവിലെ നീ പറഞ്ഞു നിനക്കെന്തോ പ്രമാദമായ കേസ് പഠിക്കാനുണ്ട്, അതുകൊണ്ട് തീരെ സമയമില്ല, ഉപ്പുമാവ് ഉണ്ടാക്കാം എന്ന്. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, നിനക്ക് എവിടെയും പോകേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോഴും നീ പറഞ്ഞു നിനക്ക് തുണി അലക്കണം, വീട് തൂത്തുവാരണം, സമയം പോരാ, അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്. ഇന്നിപ്പോ വീണ്ടും അവധിയാണ്. നിനക്ക് ആകെയുള്ള ജോലി വോട്ട് ചെയ്യാൻ പോവുക എന്നുള്ളതാണ്. അപ്പോ ഇഡലിയോ ദോശയോ അപ്പോ ഉണ്ടാക്കുന്നതിൽ എന്താണ് പ്രയാസം? മോഹനേട്ടൻ തന്നെയല്ലേ പറഞ്ഞ കൃത്യം 8:30 ആകുമ്പോഴേക്കും പോളിംഗ് ബൂത്തിൽ എത്തണമെന്ന്. അപ്പൊ പിന്നെ രാവിലെ എങ്ങനെ സമയം കിട്ടാനാ? 8:30 എന്നുള്ളത് 9:30 ആയാലും ഒരു കുഴപ്പമില്ല. ചെല്ലാൻ വൈകി എന്നോർത്ത് നമ്മുടെ വോട്ടിറങ്ങി ഓടിക്കളയുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള സകല ഏർപ്പാടുകളും ചെയ്തു പോയി. എന്ത് ഏർപ്പാട്? ഉപ്പുമാവ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബഹിരാകാശത്ത് റോക്കറ്റ് വിടുന്ന പോലെ പ്രയാസമുള്ള കാര്യമാണോ? അല്ല.
ഇതൊന്നും പറഞ്ഞ മോഹനേട്ടന് മനസ്സിലാവൂല. എന്തായാലും ഇന്ന് ഇവിടെ ഉപ്മാവ് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പൊ എന്റെ അഭിപ്രായത്തിന് ഇവിടെ ഒരു വിലയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മേ, എന്താ? നമ്മുടെ നാട്ടിലെ മറ്റ് സ്ത്രീകൾ അവരുടെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അവരുടെ ആഗ്രഹമായി കരുതി ജീവിക്കുന്നവരാണല്ലേ. ഈ ലോകത്ത് അവരുടെ ഭർത്താവിന്റെ ആഗ്രഹങ്ങളെക്കാൾ വലുതായിട്ട് ഒരു ആഗ്രഹവും അവർക്കില്ല. അങ്ങനെയുള്ള ഭാര്യമാര് 250 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ആരുമില്ല. ഞാനാ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കാഞ്ചന 10 മിനിറ്റ് വൈകിയാണ് ഓഫീസിലെത്തിയത്. കാഞ്ചന എത്താൻ വൈകിയപ്പോൾ ഞാൻ ശിശുപാലനോട് പറഞ്ഞു, എന്നെ കണ്ടിട്ട് ഒപ്പിട്ടാൽ മതി എന്ന് കാഞ്ചനോട് പറയണം എന്ന്. ഒടുവിൽ കാഞ്ചന വന്നപ്പോൾ എന്താ ഉണ്ടായെന്നറിയാമോ? ദാ, കാഞ്ചന സാർ എന്താ താമസിച്ചത്? ഒന്നും പറയണ്ടില്ല പ്രഭേ. രാവിലെ വീട്ടിൽ ആകെ പ്രാന്തായിരുന്നു. ഇപ്പൊ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. മോഹനേഷ് സാർ ആകെ ദേഷ്യപ്പെട്ടിരിക്കുക. കാഞ്ചന സാർ വരുമ്പോ സാറിനെ കണ്ടതിന് ശേഷം ജോലി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഒപ്പിടാനുള്ള ബുക്ക് അകത്തുകൊണ്ട് പോയിരിക്കുക. ഈ ആണുങ്ങൾക്ക് നമ്മുടെ പ്രയാസം ഒന്നും അറിയത്തില്ലല്ലോ. അവർക്ക് വെറുതെ അങ്ങ് പറഞ്ഞോണ്ടിരുന്നാ മതി. ഈശ്വരാ, ഇനി സാറിന്റെ വായിരിക്കണ കൂടി കേൾക്കേണ്ടി വരുമല്ലോ. ഏതായാലും കാഞ്ചന സാർ ചെന്ന് മോഹനേഷ് സാറിനെ കണ്ടിട്ട് വാ. എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതിരുന്നാ മതി. കുറെ നേരം ചൂടായിട്ട് പിന്നെ അങ്ങ് തനിയെ നിർത്തിക്കോളും. അങ്ങനെ നിർത്തില്ല. സ്വയം പ്രഭ എന്താ എന്നെ പറ്റി കരുതിയിരിക്കുന്നത്? ഞാൻ വെറുതെ വഴക്കുണ്ടാക്കുന്ന ആളാണെന്നാണോ? നല്ല സാർ, ഞാൻ രാവിലെ എന്റെ കീഴുദ്യോഗസ്ഥർ ജോലിക്കെത്താൻ വൈകിയാൽ അതിന്റെ കാരണം അന്വേഷിക്കേണ്ടത് എന്റെ ജോലിയാണ്. അല്ലാതെ നിങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുമ്പോ വരട്ടെ എന്ന് കരുതി എന്റെ കാര്യം മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ ഈ ആഫീസിന്റെ അവസ്ഥ എന്താവും? കാഞ്ചനെ, സമയം എന്തായി? 10:25. എത്ര മണിക്കാണ് ആഫീസിൽ വരേണ്ടത്? 10 മണിക്ക്. 9:55 തന്നെ വരണമെന്നാണ് ഞാൻ പറയാറുള്ളത്. അതെ. എന്തുകൊണ്ടാണ് കാഞ്ചന താമസിച്ചത്? രാവിലെ വീട്ടിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു സാർ. വീട്ടിലെ തിരക്കുകൾ തീർക്കാനല്ലല്ലോ സർക്കാർ കാഞ്ചനയ്ക്ക് ശമ്പളം തരുന്നത്, ഓഫീസുകാരെ നോക്കാനല്ലേ? അതെ സാർ. സമയത്ത് ജോലിക്കെത്താത്ത കാഞ്ചനയ്ക്കും സമയത്ത് ജോലിക്കെത്തിയ സ്വയംപ്രഭയ്ക്കും ഒരുപോലെ ശമ്പളം കിട്ടുന്നത് ശരിയാണോ? അല്ല. സാർ, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ പ്രഹ്ലാദൻ ചേട്ടന്റെ അമ്മ പറഞ്ഞു അവർക്ക് പുട്ടും പഴവും വേണോന്ന്. വയസ്സായ ആളല്ലേ, അവരുടെ ആഗ്രഹം നടക്കാതിരിക്കണ്ടെന്ന് കരുതി ഞാൻ പുട്ടുണ്ടാക്കി കൊടുത്തു. അടുത്തുള്ള കടയിൽ പോയി പഴവും വാങ്ങിക്കൊടുത്തു. കഴിക്കാനിരുന്നപ്പോ പ്രഹ്ലാദൻ ചേട്ടൻ പറഞ്ഞു പുട്ട് എനിക്ക് വേണ്ട, ദോശ തന്നെ വേണോന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ആഫീസിൽ പോണം, ഇനി ദോശ ഉണ്ടാക്കാൻ നേരമില്ലാന്ന്. അപ്പൊ പ്രഹ്ലാദൻ ചേട്ടൻ പറയാ നിനക്ക് എന്നെക്കാൾ വലുത് ജോലിയാണല്ലോ, നടക്കട്ടെ എന്ന്. അത് കേട്ടപ്പോ എനിക്ക് സങ്കടം വന്നു സാറേ. പ്രഹ്ലാദൻ ചേട്ടന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ സാർ ഈ ജോലി? ഞാൻ ദോശ ഉണ്ടാക്കി പ്രഹ്ലാദൻ ചേട്ടന് കൊടുത്തിട്ടാ വന്നത്. എനിക്ക് പ്രഹ്ലാദൻ ചേട്ടന്റെ ഇഷ്ടം ലോകത്തെ ഏറ്റവും വലുത്. സാർ, കാഞ്ചന സാർ പറഞ്ഞതിൽ കാര്യമുണ്ട് സാർ. എന്റെ ഭാര്യ എല്ലാ ദിവസവും എന്നോട് ചോദിക്കും രാവിലെ കഴിക്കാൻ എന്താ ഉണ്ടാക്കണ്ടേന്ന്. ഞാൻ എന്ത് പറയുന്നു അതാ അവൾ ഉണ്ടാക്കുന്നത്. പെണ്ണുങ്ങളായാലും അങ്ങനെയാ സാർ. ഭർത്താവിന്റെ ഇഷ്ടത്തെക്കാൾ വലിയ ഇഷ്ടമുണ്ടോ അവർക്ക്? സാറിന്റെ വീട്ടിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. സാറിന്റെ ഇഷ്ടത്തിനല്ലേ വക്കീൽ ഓരോന്നും ചെയ്യുന്നത്. കാഞ്ചന, സമയം കളയാതെ ജോലിയാ നോക്കൂ. ശരി സാർ. സ്വന്തം ഭർത്താവിന്റെ ഇഷ്ടം നടത്തിക്കൊടുക്കാനായി മേലധികാരിയുടെ വഴക്ക് കേൾക്കാൻ പോലും തയ്യാറായി ആ പാവം കാഞ്ചന. ശിശുപാലന്റെ ഭാര്യയാണെങ്കിൽ അടുക്കളയിൽ എന്തുണ്ടാക്കാൻ നേരത്തും ശിശുപാലൻ ചേട്ടാ എന്ന് വിളിച്ച് ചോദിക്കും എന്താ ഉണ്ടാക്കേണ്ടെന്ന്. ഭാര്യ പറ അങ്ങനെ ആയിരിക്കണം.
മോഹനേട്ടന് ഉപ്പുമാവ് വേണ്ട എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം. എനിക്ക് പക്ഷെ ഉപ്പുമാവ് വേണമെങ്കിലോ, എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. നീ ഉപ്പോടെ കഴിച്ചോ? ആ പരിപാടി നടക്കൂല. വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടി പ്രായോഗികമേ അല്ല. ഒരു സാധനമേ ഉണ്ടാക്കാൻ പറ്റൂ. ഞാൻ പറയുന്നു ഉപ്പുമാവ് എന്ന്. മോഹനേട്ടൻ എന്താ വേണ്ടത്? ഇഡ്ഡലി. തർക്കങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം തീർക്കണമെന്നാണല്ലോ മോഹനേട്ടന്റെ ശാസ്ത്രം. ഇവിടെ ഉപ്പുമാവിന് എന്റെ വോട്ട്, മോഹനേട്ടന്റെ വോട്ട് ഇഡ്ഡലിക്ക്. ഈ ഒപ്പത്തിനൊപ്പമായി കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വോട്ടൊപ്പമായാൽ നറുക്കിടണമെന്നാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്നത്. നറുക്കിടാൻ ഞാൻ റെഡിയാണ്. നറുക്കിടാം സാറേ. ഉത്തമൻ വന്നതുകൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ പറഞ്ഞോളാം. നമസ്കാരം സാറേ. നമസ്കാരം. സാറ് വോട്ട് ചെയ്യാൻ ഇറങ്ങിയാണ് തോന്നുന്നു. അതെ, 8:30 ഇറങ്ങണമെന്നാണ് കരുതിയത്. താമസിപ്പിച്ചു. പിന്നെ സാറേ, സാർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ഉത്തമൻ ഇതിനു മുമ്പ് വോട്ട് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഒരാൾ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് ഒറ്റയ്ക്ക്. അതെന്തുകൊണ്ടാ? ബാക്കിയുള്ളവർ കാണാതിരിക്കാൻ. അതായത് ഒരാൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവർ അറിയരുത് എന്നുള്ളത് കൊണ്ട്. ശരിയാണ്. അപ്പൊ പിന്നെ ഞാൻ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് ഉത്തമനോട് എന്തിനു പറയണം, എങ്ങനെ പറയണം? ഉത്തമൻ അതിനോട് ചോദിക്കുന്നത് ശരിയാണോ? അല്ല, ഞാൻ ഇങ്ങനെ വെറുതെ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. വക്കീൽ എവിടെ സാറേ? അവള് അടുക്കള ഉപ്പ ഉണ്ടാക്കുക. കഴിഞ്ഞ ഒരാഴ്ചയായി അവൾ എല്ലാ ദിവസവും ഉപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുക അവക്ക് അതേ പറ്റൂ എന്ന്. ഉത്തമന്റെ ഭാര്യ ഉത്തമനോട് അങ്ങനെ പറഞ്ഞാൽ ഉത്തമൻ എന്ത് ചെയ്യും? എന്റെ ഭാര്യ? അതിന് ഞാൻ കല്യാണം കഴിഞ്ഞില്ലല്ലോ സാറേ. കല്യാണം കഴിഞ്ഞിട്ടും ഭാര്യ അങ്ങനെ പറഞ്ഞാൽ? ഇപ്പോഴത്തെ കാലമല്ലേ സാറേ, കിട്ടുന്നത് കഴിച്ച് ഞാൻ എന്റെ പാട്ടിനങ്ങ് പോവും. ഇക്കാലത്ത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വാശി പിടിച്ചു കഴിഞ്ഞാലേ ആ ഒറ്റ കാരണം പറഞ്ഞ് പെണ്ണുങ്ങൾ അവരുടെ പാട്ടിനങ്ങ് പോവും. ഉത്തമന് വിവരമുണ്ട്. മോഹനേട്ടന്റെ സ്വഭാവം വെച്ച് ഞാൻ എന്നേ എന്റെ പാട്ടിന് പോകേണ്ടതാ. പക്ഷെ ഞാനത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നോക്കാനും അന്വേഷിക്കാനും ആളില്ലാതെ എന്റെ മോഹനേട്ടൻ പട്ടിണി കിടന്ന് ചത്തുപോകും. ഉത്തമ, ഒരമണിക്കൂറുള്ള ഞങ്ങൾ റെഡിയാവും. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വരണം. വോട്ട് ചെയ്യാൻ പോൻ. വോട്ട് ചെയ്യാൻ നമ്മൾ നടന്നാണ് പോകുന്നത്. ബൂത്ത് വരെയോ? കിലോമീറ്റർ 4 4 കിലോമീറ്റർ നടക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് പറ്റില്ല ഈ 4 കിലോമീറ്റർ വെയിലത്ത് നടക്കാൻ. സാറേ, വക്കീല് പറഞ്ഞാലും ചെറുതായിട്ട് കാര്യമുണ്ട്. 4 കിലോമീറ്റർ അങ്ങോട്ടും 4 കിലോമീറ്റർ ഇങ്ങോട്ടും നടക്കുക എന്ന് പറഞ്ഞാ അത്ര എളുപ്പമല്ല. ഉത്തമ, നമ്മൾ പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പരിസ്ഥിതി സംരക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നാട്ടുകാരെ ഉപദേശിച്ച് ഞാൻ തന്നെ തെരഞ്ഞെടുപ്പ് ദിവസം പെട്രോൾ ഒഴിച്ചോടുന്ന ഓട്ടോറിക്ഷയിൽ കയറി വോട്ട് ചെയ്യാൻ ചെല്ലുന്നത് ശരിയാണോ? മോഹനേട്ടനെ പറ്റി കരുതി വെച്ചിരിക്കുന്ന എന്താണ്? ഈ നാട്ടുകാരെ മുഴുവനും മോഹനേട്ടൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കി നടക്കുകയാണെന്ന്. നാട്ടുകാർക്കൊക്കെ വേറെ പണിയുണ്ട്. ഉത്തമ, ഓട്ടോറിക്ഷ എന്തായാലും വിളിച്ചേ പറ്റൂട്ടോ. നടന്നു പോകാനാണെങ്കിലേ ഞാൻ വരൂല. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു തർക്കം വരുമ്പോ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം നോക്കുക എന്നുള്ളതാണല്ലോ ജനാധിപത്യ മര്യാദ. ഇവിടെ നമ്മളിപ്പോ 3 പേരുണ്ട്. ഞാൻ പറയുന്നു ഓട്ടോറിക്ഷയിൽ പോയാ മതിയെന്ന്. മോഹനേട്ടൻ പറയുന്നു നടന്നു പോയാ മതിയെന്ന്. ഒരോട്ട് മോഹനേട്ടൻ, ഒരോട്ട് എനിക്ക്. ഇനി ഉത്തമന്റെ അഭിപ്രായം പറഞ്ഞിട്ട് നമുക്കത് തീരുമാനിക്കാം. പറയൂ, അങ്ങനെ പോകേണ്ടത്. അല്ല സാറേ, അതിലൊരു പ്രശ്നമുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കർണാടകത്തിലുള്ളവരെ വോട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. ഇതിപ്പോ ഈ വീട്ടിൽ നിങ്ങൾ 2 പേരും തമ്മിലുള്ള തർക്കമാണ്. ഇവിടെ എനിക്ക് വോട്ടില്ല. വോട്ടില്ലാത്തവര് വോട്ട് ചെയ്താ ഭയങ്കര കേസാണ് സാറേ. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഓട്ടോറിക്ഷ വിളിക്കാതെ ഞാൻ വരൂല. മോഹനേട്ടൻ അങ്ങനെ ഒറ്റയ്ക്ക് പോയാ മതി. സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറൊന്നും വിചാരിക്കരുത്.
ഓട്ടോറിക്ഷ വിളിച്ചില്ലെങ്കിൽ വക്കീല് വരൂല. വക്കീലില്ലാതെ സാറ് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞ നാട്ടുകാർ മുഴുവനും ശ്രദ്ധിക്കും. അത് സാറിന് നാണക്കേടല്ലേ? ഞാൻ ഓട്ടോയിലൊക്കെ പോവാന്ന് അയ്യോ സാറേ, ബൂത്തിന്റെ അടുത്ത് വരെ പോവേണ്ട കാര്യമില്ല. കുറച്ച് ഇപ്പുറത്തെ ആളില്ലാത്ത സ്ഥലത്ത് ഇറങ്ങിയിട്ട് ബാക്കി ദൂരം ബൂത്തിലേക്ക് നടന്നങ്ങ് പോയാൽ മതി. പ്രശ്നം തീരുമല്ലോ. ഇതിലിപ്പോ ആലോചിക്കാൻ ഒന്നുമില്ല സാറേ. ഞാൻ പോയി ഒരു 10 മിനിറ്റിനുള്ളിൽ ഓട്ടോറിക്ഷ വിളിച്ചോണ്ടുവരാം. ഇതിൽ കൂടുതലൊന്നും ആലോചിക്കാനില്ല സാറ്. നടന്നു പോകുന്നതാണ് എന്റെ ശരി. എന്താണ് ഇതെന്താ ചുരിദാറ്? ഇതിട്ടുണ്ടാണോ നീ ഓട്ടോ വരുന്നത്? ചുരിദാർ ഇട്ടുകൊണ്ടിരുന്ന വോട്ട് ചെയ്യാൻ എന്താ സമ്മതിക്കൂലേ? ജനപ്രാതിനിധ്യ നിയമം കാണാതെ പഠിച്ച ആളാണ് ഞാൻ. അതിൽ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ് എന്ന കാര്യം നിനക്കറിയാമോ? അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്റെ ഭാര്യ ഇങ്ങനൊരു വേഷമിട്ട് വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോ നാട്ടുകാരത്ത് കരുതും. എന്താ ഹാമേ, ഒരുപാട് ആളുകൾ കൂട്ടത്തോട് വരുന്ന ഒരു സ്ഥലമാണത്. അവിടെ ഏറ്റവും മാന്യമായ വസ്ത്രം ധരിച്ചു വേണം നമ്മൾ പോകാൻ. മര്യാദയ്ക്ക് ഒരു സാരി എടുത്ത് കൊടുക്ക്. എവിടെയത്? ഈ വേഷത്തിന് എന്താണ് മാന്യത കുറവ്? ഇത് മാന്യല്ല. ഈ വേഷത്തിൽ നീ എന്റെ കൂടെ വോട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. മോഹനേട്ടൻ ഈ വേഷത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഷർട്ട് മുണ്ടും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അത് മാറ്റുമോ? ഞാനിതിനെ മാറ്റണം. അതാണ്, മോഹനേട്ടൻ മാറ്റേണ്ട ഒരു കാര്യമില്ല. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിന് വേണ്ടി കൂടിയാണ് നമ്മൾ 5 കൊല്ലം കൂടുമ്പോ വോട്ട് ചെയ്ത് ജനാധിപത്യം ഇങ്ങനെ നിലനിർത്തുന്നത്. ഇത് ഒരു വീടാണ്. വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഭർത്താവാണ്. എന്റെ ഭാര്യ എനിക്കിഷ്ടമുള്ള വേഷം ധരിക്കണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഭർത്താവിന് ഇഷ്ടമുള്ള വസ്ത്രമേ ഭാര്യ ധരിക്കാവൂ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഓരോരുത്തരും അവരവരുടെ സൗകര്യവും സന്തോഷവും നോക്കിയാണ് വസ്ത്രം ധരിക്കേണ്ടത്. നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ സമ്മതിക്കില്ല. വെറുതെ തർക്കി നിൽക്കല്ലേ മോനട്ടാ. ഞാൻ എന്തായാലും ഈ ചുരിദാർ ഇട്ടോടെ വരും. ആ ഒന്ന് ഓട്ടോ പിടിച്ചിട്ട് വന്നതാ. വേഗം ഈ ചുരിദാറൊക്കെ മാറ്റി ഒരു സാരി എടുത്തോണ്ട് വാ. നടന്നത് തന്നെ. ആ സാറേ, ഓട്ടോറിക്ഷ റെഡിയാണ്. നമ്മുടെ മാളിയേക്കലെ സോമന്റെ വണ്ടിയാണ്. അവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബൂത്തിന്റെ ഇപ്പുറത്തെ വളവിൽ വണ്ടി നിർത്തിയിട്ട് സാറിനെ അവിടെ ഇറക്കി അവിടെ തന്നെ വെയിറ്റ് ചെയ്യണമെന്ന്. സാറും വക്കീലും പോയി വോട്ടിട്ട് തിരിച്ചു വരുന്നത് വരെ അവ അവിടെ തന്നെ നിന്നോളും. തിരിച്ച് ആ വണ്ടിയിൽ തന്നെ സാറിന് തിരിച്ചിങ്ങ് വന്നോളാം. അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെന്താണ്? എന്റെ ചുരിദാറാണ് സാറിന് പിടിക്കാത്തത്. ഞാൻ സാരി ഉടുത്ത് ചെല്ലണമെന്നാണ് മോനോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ചുരിദാർ ഇട്ടിട്ട് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയണല്ലോ. നീ ഈ വേഷത്തിലാണ് വരുന്നതെങ്കിൽ ഞാൻ വരുന്നില്ല. ഞാൻ ഈ വേഷത്തിലേ വരുള്ളൂ. ഉത്തമ, ഒരു തെരഞ്ഞെടുപ്പ് ദിവസം എന്റെ ഭാര്യ ഈ വേഷവും ധരിച്ച് വോട്ട് ചെയ്യാൻ വന്നാൽ നാട്ടുകാരെന്ന് വിചാരിക്കും. നാട്ടുകാർ ഒന്നും വിചാരിക്കാൻ പോകുന്നില്ല. അഥവാ നാട്ടുകാർ എന്തെങ്കിലും വിചാരിച്ചു തന്നെ അത് അവരുടെ കുഴപ്പമാണ്. ഒരു തർക്കം വരുമ്പോൾ ഭൂരിപക്ഷമാണല്ലോ നോക്കേണ്ടത്. ഞാൻ പറയുന്നു നീ സാരി ഉടുത്താൽ മതിയെന്ന്. ഞാൻ പറയുന്നു ഞാൻ ചുരിദാർ ഇട്ടേ വരുള്ളൂ എന്ന്. അവന് ഉത്തമ എന്താ? ഉത്തമ പറയൂ. ഭാമ സാരി ഉടുത്ത് വരുന്നതല്ലേ നല്ലത്? ഉത്തമൻ പറയട്ടെ, ഈ ചുരിദാർ ഇട്ട് ഞാൻ ചെന്നാൽ എന്താണ് കുഴപ്പമെന്ന്. ഇപ്പൊ തന്നെ ഒരു തീരുമാനം. മോഹനേട്ടൻ ഇവരുടെ ഉത്തമനെ പേടിപ്പിക്കണം നോക്കണ്ട. ഒരു തെരഞ്ഞെടുപ്പ് ആവുമ്പോ നിർഭയമായിട്ട് വോട്ട് ചെയ്യാൻ പറ്റണം. ഉത്തമൻ ശരിക്കും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇതിലിപ്പോ ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല. എനിക്ക് ഒരു നിമിഷം കൊണ്ട് അഭിപ്രായം പറയാൻ പറ്റും. പറയൂ. അതായത്, നിങ്ങൾ ആദ്യം തർക്കിച്ചത് രാവിലത്തെ ഭക്ഷണത്തിന്റെ കാര്യത്തില്. വക്കീല് പറഞ്ഞത് ഉപ്പുമാവ്, സാറ് പറഞ്ഞത് ഇഡ്ഡലി. അതിന്റെ പേരിൽ നിങ്ങളെ കൊണ്ട് ആവത് തർക്കിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. അതോടെ തർക്കം വോട്ട് ചെയ്യാൻ എങ്ങനെ പോകണം എന്നതിനെ കുറിച്ചായി. സാറ് പറഞ്ഞു നടന്നു പോണമെന്നും, വക്കീല് പറഞ്ഞു ഓട്ടോയിൽ പോകണമെന്നും. ആ തർക്കത്തിന് ഒരുവിധ പരിഹാരം കണ്ടു കഴിഞ്ഞപ്പോ പുതിയൊരു തർക്കമായി നിങ്ങൾ ഇതാ ഇറങ്ങിയിരിക്കുകയാണ്. ഒരാൾക്ക് സാരി, വേറൊരാൾക്ക് ചുരിദാർ. ഇതല്ലേ പ്രശ്നം? അതെ സാറേ, രാവിലെ കഴിക്കുന്ന ഭക്ഷണം ഏതാണെന്നും വോട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്നും ഇടാനുള്ള ഉടുപ്പ് ഏതാണെന്ന് പോലും ആലോചിച്ച് തീരുമാനിക്കാൻ പറ്റാത്ത നിങ്ങളാണോ നിങ്ങളുടെ MLA തെരഞ്ഞെടുക്കാൻ പോകുന്നത്? വക്കീല് സാരി എടുത്തോ ചുരിദാറിട്ടോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ വോട്ട് ചെയ്യാൻ പറ്റോ? ഞാൻ ഈ വിഷയം വിട്ടു.
ഇത്രയും സമയം വെറുതെ കളയാൻ ഇല്ലാത്തത് കൊണ്ട് ഞാനിതാ പോകുന്നു. പിന്നെ പോകുമ്പോ ഞാൻ ആട്ടോക്കാരെ സോമനെ വിളിച്ചോണ്ട് പോകും. നിങ്ങൾ തമ്മിലൊരു തീരുമാനമായി കഴിയുമ്പോ നിങ്ങൾ പിന്നെ നടന്നോ, ഓടിയോ, കാർ വിളിച്ചോ, നിരങ്ങിയോ, എങ്ങനെയെന്ന് വെച്ചാൽ വോട്ട് ചെയ്യാൻ പറ്റോ. മനുഷ്യനെ മെനക്കെടുത്തിക്കാൻ വേണ്ടി. ഉത്തമനെന്തിനാ അത്രയും ആളായത്? നമ്മളൊരു അഭിപ്രായം ചോദിച്ചതല്ലേ ഉള്ളൂ. ഉത്തമൻ പണ്ട് എങ്ങനെ തന്നെ മോഹനേട്ടാ ഭയങ്കര അഹങ്കാരിയാ. ഉത്തമനെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന് എന്നെ കാണാൻ വരുമല്ലോ. എന്റെ അടുത്ത് വരുമല്ലോ, ഒന്ന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. മോഹനേട്ടാ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോ ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയും കഴിച്ച് പതുക്കെ വോട്ട് ചെയ്യാൻ പോയല്ലോ. നീ ഉണ്ടാക്കിയ ഉപ്പല്ലേ? ഉപ്പുമാവ് ഉണ്ടാക്കാനായിരുന്നു പരിപാടി. പക്ഷെ മോഹനേട്ടൻ ഇഡ്ഡലി തന്നെ വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്റെ മോഹനേട്ടൻ ഇഷ്ടമുള്ള ഒരു സാധനം ഉണ്ടാക്കി തരാൻ ഞാനല്ലേ ഉള്ളൂ. ഈ ചുരിദാർ കൊള്ളാലോ, അത്ര മോശമൊന്നുമില്ല. പക്ഷേ സാരി ഉടുക്കുന്നതായിരുന്നു നല്ലത്. അതെ, പക്ഷേ ഞാൻ ചുരിദാർ ഇട്ടു പോയില്ലേ, അപ്പൊ പിന്നെ ഇന്നിത് മതി അല്ലേ? മതി. ഉത്തമൻ കളിയാക്കിയത് കൊണ്ടൊന്നും സ്വഭാവം മാറ്റുന്നവരല്ല ഇവരെന്ന് മലയാളികൾക്കെല്ലാം അറിയാം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ ഇവർ തർക്കിച്ചേക്കാമെങ്കിലും തെരഞ്ഞെടുപ്പ് പോലൊരു വലിയ കാര്യം വരുമ്പോൾ എന്ത് നിലപാടെടുക്കണമെന്ന് ഇവരെ വിശേഷിപ്പിച്ച് പഠിപ്പിക്കേണ്ടതില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നിസാരമല്ലാത്ത കാഴ്ചകളുമായി കാര്യനിസാരം തുടരുന്നു.